നമസ്കാരം. ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, ഞാനാണെൻ്റെ മഹാഭാഗ്യം. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന ദിവ്യനാണ് ഘടകംകൊള്ളി സുരേന്ദ്രൻ സാറ്. ശൃംഗാരം വേണേൽ അതുമാകാം, സിദ്ധാന്തം വേണേൽ അതുമാകാം എന്ന നിലപാടുകാരനാണ് അദ്ദേഹം. ഏത് വീട്ടിലും ധൈര്യപൂർവ്വം വിളിച്ചു കയറ്റാവുന്ന ഒരു സഖാവാണ് അദ്ദേഹം. ഇക്കാര്യം സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് സുരേന്ദ്രൻ കേസിന് പോകുമെന്ന് പറഞ്ഞത്. എത്രയും വേഗം സുരേന്ദ്രൻ കോടതിയിലേക്ക് വിട്ടോ, നഷ്ടമായ മാനം തിരിച്ചുപിടിയെന്ന് പാർട്ടി പറഞ്ഞതുമാണ്. പക്ഷേ സുരേന്ദ്രൻ പോയില്ല. വെറുതെ എന്തിനാ കോടതിയുടെ സമയം പാഴാക്കുന്നത്? സ്വന്തം മാനത്തിന് കിലോയ്ക്ക് എത്ര രൂപ ഇടണമെന്ന് സുരേന്ദ്രന് നല്ല നിശ്ചയം ഇപ്പോഴുമില്ല. വി ഡി സതീശനെതിരെ മാനനഷ്ട കേസിന് നോട്ടീസ് അയച്ചപ്പോൾ സുരേന്ദ്രന്റെ മാനത്തിന്റെ മൊത്തം വില 2 കോടിയായിരുന്നു. കേസ് കോടതിയിൽ വന്നപ്പോൾ വില കുത്തനെ ഇടിഞ്ഞ് 10 ലക്ഷമായി മാറി. സ്വന്തം മാനം ഇങ്ങനെ വില കുറച്ച് വിൽക്കുന്ന വിപ്ലവകാരിയാണ് കടകംപള്ളി സുരേന്ദ്രൻ സാറ്. കഴിഞ്ഞ 2 മാസമായി സുരേന്ദ്രൻ ഓട്ടടാ ഓട്ടമായിരുന്നു. SIT എന്ന് തോന്നിക്കുന്ന ആരെങ്കിലും ഗേറ്റിൽ കാണുമ്പോൾ അടുക്കള വഴി ഇറങ്ങി ഓടും. അതെന്തായാലും സുരേന്ദ്രൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ഒരു വലിയ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ്. ശാസ്തമംഗലത്തുകാർക്ക് ഇതാ തെറ്റുപറ്റിയിരിക്കുന്നു. ആ തെറ്റിൻ്റെ പേരാണ് ശ്രീലേഖ IPS. കരാറ് വെച്ച് വാടകയ്ക്കെടുത്ത ഒരു മുറി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ഒരു MLA പറയാനുള്ള അഹങ്കാരം ഈ ശ്രീലേഖയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയൊന്നും അഹങ്കാരം പാടില്ല. എൻ്റെ പൊന്നു സുരേന്ദ്ര, ചില തെറ്റുകൾ ജനത്തിന് എപ്പോഴും സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്തുകാർക്ക് എത്ര മാരകമായ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ തിരഞ്ഞെടുത്ത MLA പറ്റി ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ എന്നായിരുന്നു. സുരേന്ദ്രന്റെ മഴക്കോട്ട് വൃത്താന്തം ലോകമാകെ കേട്ട കഴക്കൂട്ടത്തുകാരുടെ അവസ്ഥ അപ്പോൾ എന്താണ്? തങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ശബരിമലക്കൊള്ള കേസിൽ SITയുടെ നോട്ടപ്പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും കഴക്കൂട്ടത്തുകാർ തലവഴി മുണ്ടിട്ടാണോ നടക്കുന്നത്? ഏതെങ്കിലും കാര്യത്തിൽ ജീവിതശുദ്ധിയോ രാഷ്ട്രീയ ശുദ്ധിയോ ഒരല്പമെങ്കിലും കയ്യിലില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാനും അഹങ്കാരിപ്പട്ടം സമ്മാനിക്കാനും നടക്കുന്നത്. ശ്രീലേഖയെ തിരഞ്ഞെടുത്തതിലൂടെയാണ് ശാസ്തമംഗലത്തുകാർക്ക് വലിയ തെറ്റുപറ്റിയത്. ഒരു ഗ്രാമീണ ബാലികയുടെ നിഷ്കളങ്കതയും തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയും കതിർമണി പോലെയുള്ള വാക്കുകളും സ്വന്തമായുള്ള ഒരു മേറൂട്ടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ കുട്ടിയുടെ എളിമയും വിനയവും കണ്ടുപഠിക്കാൻ സുരേന്ദ്രൻ ശ്രീലേഖ IPSനെ ഒന്ന് ഉപദേശിക്കണം. പാർട്ടി 8 നിലയിൽ പൊട്ടിയതോടെയാണ് ആ കുട്ടിക്ക് അഹങ്കാരമാണെന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞത്. പ്രശാന്ത് സഖാവിനെ രക്ഷിക്കാൻ വിംബിൾഡൺ സഹോദരിമാരെ പോലെ ഇറങ്ങിയിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടി മാവനും. ഏതാണ്ട് 10-25,000 രൂപയ്ക്ക് മേലെങ്കിലും കിട്ടും ഒരു MLAക്ക് ഓഫീസ് അലവൻസ് ഇനത്തിൽ. ആ കാശ് വാങ്ങി പോക്കറ്റിൽ വെച്ച് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ പാർട്ടിയുടെ സഹായത്തോടെ വെറും 825 കുണുവ വാടകയ്ക്ക് കൊടുത്ത് ഈ പ്രശാന്ത് MLA നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ കണ്ടുപഠിക്കണം. ജനസേവനത്തെ ലാഭമുള്ള ബിസിനസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശാന്ത് 872 രൂപയാണ് വാടക കൊടുക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പുറത്തുവിട്ട രേഖ സാക്ഷ്യം പറയുന്നു. അതോടുകൂടി MLAയുടെ ഉഡായ്പ് ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. അപ്പോൾ MLA ഓഫീസിൻ്റെ വാടക എന്ന നിലയ്ക്ക് ഇത്രയും കാലം സർക്കാരിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്ത് നിങ്ങൾ മര്യാദ കാണിക്കണം. തിരുവനന്തപുരത്ത് കൊള്ളാവുന്ന ഒരു ഓഫീസ് എടുത്ത് ഒരു കൗൺസിലർക്ക് പ്രവർത്തിക്കണമെങ്കിൽ എത്ര രൂപ വാടക കൊടുക്കേണ്ടി വരും? MLAക്കാണോ വരുമാനം കൂടുതൽ, അതോ കൗൺസിലർക്കാണോ? മറ്റുള്ളവരെ അഹങ്കാരി എന്ന് മുദ്ര കുത്തുന്ന കടകംപള്ളി ആദ്യം പോയി കണ്ണാടി നോക്കണം. താങ്കളുടെ മുഖത്ത് എഴുതി വച്ചിരിക്കുന്നത് തല തിരിഞ്ഞായാലും അതിനകത്തിൽ വായിച്ചെടുക്കാം. ശ്രീലേഖയുടെ അഹങ്കാരത്തിന് മേയർ മറുപടി പറയണം അത്രേ. ഡെപ്യൂട്ടി മേയർ മറുപടി പറയണം. പറ്റുമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് മറുപടി പറയണം. ഇതൊക്കെയാണ് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. മോദിജി മറുപടി പറയണമെന്ന് കൂടി പറയൂ സുരേന്ദ്ര. നിങ്ങളുടെ ഒരു മേയർ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടന്നപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി പിണറായി വിജയനോ ഗോവിന്ദനോ പറഞ്ഞായിരുന്നു. SIT ചോദിക്കാനിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ ഓടുന്ന സുരേന്ദ്രനാണ് മറ്റുള്ളവരെ കൊണ്ട് ഈ നനഞ്ഞ വിഷയത്തിൽ മറുപടി പറയിക്കുന്നത്. ജനത്തിന് എല്ലാം മറുപടി കിട്ടിക്കഴിഞ്ഞു. പിണറായി ബ്യൂറോ ഓഫ് കമ്മ്യൂണിസം നൽകിയ A സർട്ടിഫിക്കറ്റും കഴുത്തിൽ തൂക്കി SITയുടെ റഡാറിൽ കഴിയുന്ന നല്ല സഖാവ്, തങ്കപ്പെട്ട സഖാവ്, അതാണ് കടകംപള്ളി സുരേന്ദ്രൻ. അമ്പലം വിഴുങ്ങിയത് ചിലരുടെ തൊണ്ടയ്ക്കിരിക്കുന്നു. എന്നിട്ട് ചേമ്പ് വിഴുങ്ങിയവനോട് പറയുകയാണ് തൊള്ളി വെള്ളം കുടിക്കാൻ. CPMകാരല്ലാത്ത ആരെ ജനം എവിടെ തിരഞ്ഞെടുത്താലും കമ്മികൾ പറയുന്ന സ്ഥിരം ഡയലോഗാണിത്. ആ നാട്ടുകാർക്ക് തെറ്റുപറ്റി. എന്തായാലും ത്രിപുരയും ബംഗാളും ഒക്കെ അവർക്കുണ്ടായ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞു.